ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4 കഷ്ണം ബ്രെഡും പിന്നെ 2 പുഴുങ്ങിയ മുട്ടയും പിന്നെ ഒരു പച്ച മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അതുപോലെ നല്ല രുചികരമായിട്ടുള്ളതുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് മുറിച്ച് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് മുറിക്കാം. അപ്പോൾ നമ്മൾ 4 കഷ്ണം ബ്രെഡിൻ്റെയും സൈഡിലുള്ള ആ ബ്രൗൺ പാർട്ടെല്ലാം മുറിച്ച് മാറ്റി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മുട്ട നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ഞാനിനി ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ മുട്ടയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. രണ്ട് മുട്ടയും ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ഒത്തിരി ചേർക്കണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂൺ മതിയേ. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചൂടാക്കിയൊന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ, അതൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കൂടാതെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ കുറച്ച് കറിവേപ്പില അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തു. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബ്രെഡിൻ്റെ സൈഡ് ഉണ്ടല്ലോ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസാവണ്ട. ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസിയിലൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 4 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കണം. കൂടാതെ നമ്മളിതിലോട്ട് 2 നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഈ മുട്ടയും പാലും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് പരത്തിയെടുക്കണം. തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണേ. നമുക്ക് എത്രമാത്രം തിന്നായിട്ട് പരത്തിയെടുക്കാം അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇതേ രീതിയിൽ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഇതേ രീതിയിലൊന്ന് മുറിക്കണേ. നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഇതേ രീതിയിലൊന്ന് മുറിക്കണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പശയൊന്ന് തേച്ച് കൊടുക്കണം. മൈദ കലക്കിയെടുത്ത് വെച്ചിരുന്നല്ലോ, അതാണ് തേച്ച് കൊടുക്കുന്നത്. ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഒന്ന് വെച്ച് കൊടുക്കണം. 2 സ്പൂണ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കണേ. ഇതേ രീതിയിലൊന്ന് മടക്കിയിട്ട് സൈഡെല്ലാം നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. സ്റ്റഫിങ് ഒന്നും വെളിയിൽ പോകാത്ത രീതിയിൽ നല്ലതായിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതേ രീതിയിൽ ബ്രെഡിൻ്റെ അകത്തിൽ സ്റ്റഫിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഇപ്പോൾ ഒരു മീഡിയം ചൂടിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഒത്തിരി ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇതിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകുമേ. അതുകൊണ്ട് മീഡിയം ചൂടിലുള്ള എണ്ണയിലോട്ട് വേണം ഇതിട്ട് കൊടുക്കാം. ഇതുപോലെ മുട്ടയുടെ മിക്സിലോട്ട് നമ്മുടെ ഈ ബ്രെഡ് ഓരോന്നായിട്ട് ഇങ്ങനെ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലോട്ടൊരു 3 എണ്ണ ഇട്ട് കൊടുക്കാനുള്ള സ്പേസേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 എണ്ണ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറക്കണം കേട്ടോ.
പിന്നെ ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ഇതേ രീതിയിൽ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരമാണിത് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കേ, നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിനി എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.